ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് മാർച്ച് 8 ഞായർ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങള്. ഈശോ മലയിലെ പ്രസംഗം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന വചന ഭാഗങ്ങളാണ്. ഇവിടെ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. വ്യഭിചാരം എന്ന പ്രവൃത്തി അത് ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിയമത്തില് കിടക്കുന്നത് മുഴുവൻ പ്രവർത്തനങ്ങളാണ്. എന്നിട്ട് ഈശോ ആ പ്രവർത്തനത്തെ എടുത്തു പറഞ്ഞിട്ട് അതിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് പോവുകയാണ്. ഇപ്രകാരമാണ് വചനം പറയുക: വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഒരു പ്രവൃത്തി മാത്രമല്ല പാപം, അത് ഹൃദയത്തിൽ ഉടലെടുക്കുമ്പോൾ, താലോലിക്കുമ്പോഴത് പാപമായി തീരുന്നു എന്നുള്ളതാണ്. സുഹൃത്തെ, ക്രിസ്തുവിന്റെ ഈ വചനത്തിന്റെ ആഴം ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ്. കുമ്പസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ വിചാരത്താലുള്ള പാപവും നമ്മൾ പറയാറുണ്ടല്ലോ. ഹൃദയത്തിൽ നിന്നാണ് നന്മയും തിന്മയും രൂപപ്പെടുക. നിന്റെ ഹൃദയം പരിശുദ്ധമാകട്ടെ. ഒപ്പം ഈശോ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിന്റെ ജീവിതം ആർക്കും പാപഹേതു ആയിത്തീരരുത്. ഈശോ വളരെ സ്ട്രോങ് ആയിട്ട് പറയുക, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. അതുപോലെ തന്നെ വലതുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ കളയുക. സ്ട്രോങ് ആയിട്ട് പറയുക, നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക നൽകാനുള്ളതാ, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനുള്ളതാ. അതിനപ്പുറത്തേക്ക് ഒരു രീതിയിലും മറ്റുള്ളവരെ പാപത്തിലേക്കോ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ ജീവിതം, നിന്റെ വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, നിന്റെ ചിന്താരീതികളാകട്ടെ ഒരിക്കലും അതിന് ഇടവരുത്തരുത്. കർത്താവ് സ്ട്രോങ് ആയിട്ട് പറയുക. നോമ്പിന്റെ അരൂപിലൂടെ പോകുമ്പോൾ ക്രിസ്തുവിന്റെ ശൈലികൾ നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഉള്ളില് ഹൃദയപൂർവ്വം എടുക്കുവാൻ സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. ഹൃദയത്തിൽ പരിശുദ്ധി പാലിക്കുവാനായിട്ട്, ഹൃദയത്തിന്റെ തലങ്ങളിൽ നിന്ന് എല്ലാ തലങ്ങളെയും എടുക്കുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.